ആരാധനാ ഗീതങ്ങളുമായി ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഒരു പുറകിലേക്കൊക്കെ അധികാരം ചിന്തിക്കാറില്ല. ഈശോ കുരിശിൽ മരിച്ചതും എനിക്ക് വേണ്ടി ഒരു അപ്പമായി തീർന്നതും അതൊക്കെ നമ്മൾ ചിലപ്പോൾ ഒക്കെ മാറ്റി വെക്കാറുണ്ട്. എന്നിട്ട് വളരെ ലാഘവത്തോടെ ആ ദിവ്യകാരണത്തിനെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഈ ഒരു പാട്ടിലൂടെ നമുക്ക് ആ ഈശോയെ ഒന്ന് കൂടുതലായിട്ട് സ്നേഹിക്കാനും കൂടുതലായിട്ട് അറിയാനും ഒന്ന് ശ്രമിക്കാം. ദിവ്യകാരുണ്യം കൈക്കൊള്ളുന്ന നേരത്ത് എൻ്റെ ഈശോയോട് എന്തൊക്കെ പ്രാർത്ഥിക്കണം, എന്തൊക്കെ പറയണം എന്നൊന്ന് മനസ്സിൽ കുറിച്ച് വെക്കാം.
കാരുണ്യത്തിൽ ദൈവം വാണിടുന്നു. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിലെൻ ഈശോ വന്നല്ലോ. സ്നേഹം ക്രൂശിൽ പാടും നാവിൽ ഈശോ തേൻ കണമായി. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിലെൻ ഈശോ വന്നല്ലോ. ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്കായാലും നമ്മൾ നന്ദി പറയേണ്ടത്, അത് എത്ര പേരോട് നന്ദി പറയാനുണ്ട്. അപ്പൊ നമ്മുടെ ദൈവത്തോട് നന്ദി പറയാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടാവും. നമ്മുടെ അപ്പൻ, അമ്മ, സുഹൃത്തുക്കള്, ബന്ധുക്കള്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങള്, അതിലുപരി ഓരോ ശ്വാസത്തിനും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. നമുക്ക് അവിടത്തോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്: 1 കോടി ജന്മം ഈ ഭൂമിയിൽ തന്നാലും നന്ദി പറഞ്ഞു തീരുമോ എൻ്റെ തമ്പുരാനെ? ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും 1 കോടി നാവെനിക്കേകിയാലും കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും 1 കോടി നാവെനിക്കേകിയാലും 1 കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും 1 കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ ജന്മമീ ഭൂമിയിൽ തന്നാലും 1 കോടി നാവെനിക്കേകിയാലും
പഥികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പഥികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പാപമാം ലോകത്തിൻ മായയിൽ വീഴാതെ തിരുമാറിൽ എന്നെ നീ കാത്തിടേണേ. പാപമാം ലോകത്തിൻ മായയിൽ വീഴാതെ തിരുമാറിൽ എന്നെ നീ കാത്തിടേണേ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാളെനിക്കിയാലും നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വിഷമം പിടിച്ച ഘട്ടത്തിൽ നമ്മളൊക്കെ ഒത്തിരി ഡെസ്പായി പോകുന്ന അവസരങ്ങളിൽ നമുക്ക് ഓടാവുന്ന ഏറ്റവും കൂടിയ ദൂരം അത് തൊട്ടടുത്ത പള്ളിയുടെ അൾത്താര വരെയാണ്. ആ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഒന്ന് ചേർന്നിരുന്ന് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു തീർത്താൽ എല്ലാം തമ്പുരാൻ അങ്ങ് ഏറ്റെടുത്തോളൂ. കരഞ്ഞാൽ എൻ്റെ കണ്ണീരൊപ്പുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന ആ നാഥന്റെ സന്നിധിയിൽ നമുക്ക് ഒരു ഗാനത്തോടു കൂടെ ആയിരിക്കും. എൻ്റെ നാഥനല്ലേ
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഇത് പറഞ്ഞുകൊണ്ട്, വചനമാകുന്ന ദൈവത്തെ, സ്നേഹമാകുന്ന ദൈവത്തെ നമുക്കൊന്നു ചേർന്ന് പാടാം, സ്തുതിക്കാം, ആരാധിക്കാം.
ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ കണ്ണടച്ച് കുറച്ച് പാട്ടുകൾ കേട്ടാൽ നമുക്ക് ഒത്തിരി റിലീഫ് ഉണ്ടാവും. അത് ദൈവസ്തുതികൾ കൂടിയാണെങ്കിൽ അതിന് മാധുര്യം കുറച്ചധികം കൂടും. അങ്ങനെ മാധുര്യമേറുന്ന ഗാനങ്ങളുമായി ഹോളി ബീറ്റ്സ് ഇനിയും വരും. നമുക്ക് വീണ്ടും കാണാം.